ഇതൊക്കെ ഉണ്ടായിട്ടും എം.ആർ. അജിത് കുമാർ ഇപ്പോഴും വിലസുകയാണ്. അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു എന്നാണ് ഇന്ന് പറയുന്നത്. ഓർഡർ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇത് നേരത്തെ നമ്മൾ കണ്ടതാണെന്നേ. വിജിലൻസ് മേധാവി പദവിയിൽ നിന്ന് മാറ്റിയില്ല. അന്ന് എന്തായിരുന്നു ഈ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലൊക്കെ വന്ന സമയത്ത് അത് ശരിയാണെന്ന് അന്വേഷിച്ച് തെളിഞ്ഞപ്പോൾ മാറ്റി നിർത്തി ഉടൻ തിരിച്ചു വന്നു. എന്താണ് സന്ദീപ്? അല്ല, ഇത് ഈ ഭരണ സംവിധാനത്തിന്റെ രീതികളാണ്. ഇതിനൊരിക്കലും അനുവദിക്കാൻ ചോദ്യത്തിന്റെ സന്ദീപ് പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയും ഇപ്പോ ഇതിനകത്ത് സത്യത്തിൽ എന്താണ് ഇന്ന് ഈ ഇത്ര കേരളത്തിന്റെ ചരിത്രത്തിൽ, സ്വതന്ത്ര കേരളത്തിൽ അല്ലെങ്കിൽ 56 മുതലുള്ള നമ്മുടെ മന്ത്രിസഭകളുടെ ചരിത്രം പരിശോധിച്ചാൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുടെ പരമാധികാരിയായ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് കൊലപാതകം ചെയ്തിട്ടുണ്ട്, തട്ടിക്കൊണ്ടുപോകൽ നടത്തിയിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്, സ്വർണ്ണക്കടത്തൽ നടത്തിയിട്ടുണ്ട്, ടെലിഫോൺ ചോർത്തിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട ഒരു സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്താണ് 24 മണിക്കൂർ 48 മണിക്കൂറിലേക്ക് പ്രവേശിക്കുന്നു? എന്താ മുഖ്യമന്ത്രി ചെയ്തത്? ഇവിടെ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. നമ്മൾ പറയത്തില്ലേ അത് ഏത് പോലീസുകാരനും പറ്റുന്നതാണ്. ഇവിടെ ഒരു പെറ്റി കേസിന്റെ കാര്യത്തിൽ ലംഘനം നടത്തിയാൽ പോലും ഒരു ഉദ്യോഗസ്ഥന് നേരെ എടുക്കാവുന്ന ഏറ്റവും ലളിതവും പ്രാഥമികവുമായ നടപടിയാണ് സസ്പെൻഷൻ. അതിനകത്ത് എന്താണ് ഗൗരവമുള്ളത്? ഈ ഉദ്യോഗസ്ഥനെ അടിയന്തരമായി ADGP സ്ഥാനത്ത് നിന്ന് മാറ്റി അയാളെ അന്വേഷണം നടത്തണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോടെങ്കിലും കത്തയക്കാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കുണ്ടോ? അയാളെ പൂർണ്ണമായി പോലീസ് യൂണിഫോം അയാളുടെ അഴിപ്പിച്ചു വെക്കണ്ടേ? ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ വേണ്ടേ? അല്ലാതെ അയാളെ വകുപ്പ് മാറ്റി അയാളെ പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ തലപ്പത്തേക്കോ ഹൗസിംഗ് ബോർഡിന്റെ തലപ്പത്തേക്കോ ട്രാൻസ്പോർട്ടിലേക്കോ കൊണ്ടുവരലാണോ നടപടി? പേടിയുണ്ട്, നിയമ നടപടിയാണ് വേണ്ടത്. കൊലപാതകം യൂണിഫോം അഴിപ്പിച്ച് വെപ്പിക്കണ്ടേ? തൊപ്പി ഊരിപ്പിക്കണ്ടേ? ശ്രീ ഡോക്ടർ ബി ജയരാജ്, ഇന്നേവരെ കേട്ടുകേട്ട് പോലും ഇല്ലാത്ത കാര്യമാണ്. പലതവണ പല ആരോപണങ്ങൾ പോലീസിനെതിരെ വന്നപ്പോഴൊന്നും ഇത്രമാത്രം ഗൗരവം അതിനില്ലായിരുന്നു. ഇത് അതിനേക്കാളൊക്കെ ഉപരിയാണ്. കാരണം ഭരണപക്ഷത്തു നിന്നാണ് ഈ ആരോപണം വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതും തെളിവ് സഹിതമാണ് പല കാര്യങ്ങളും പുറത്തു വരുന്നത്. ഡോക്ടർ ബി ജയരാജ്, ഇപ്പോൾ CPM നേതാക്കൾ മാളത്തിൽ പോയി ഒളിച്ചിട്ട് കാര്യമില്ല ഇതിൽ മറുപടി പറയാതെ. തീർച്ചയായിട്ടും വളരെ ഗൗരവകരമായ ഒരു ആരോപണമാണ് PVNR ഉന്നയിച്ചത്. അതിന് തെളിവുകളൊക്കെ കളക്ട് ചെയ്യും, അതിന് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുകയും ചെയ്യും. അതിന് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ട് അവസരം തരണം. ശ്രീ സന്ദീപ് വാചസ്പതി എനിക്ക് തോന്നുന്നു മുൻ പത്രപ്രവർത്തകനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഒന്നും അറിയാത്തതെന്നൊക്കെ സംസാരിക്കുകയാണോ, ഇനി അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുകയാണെന്ന് എനിക്കറിയില്ല. ഈ സാധനങ്ങൾ, ഈ സോഫ്റ്റ്വെയർ ഇസ്രായേലിൽ നിന്ന് വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ഇന്ത്യൻ നാവികസേനയോ കരസേനയോ വ്യോമസേനയോ ഒന്നും വാങ്ങിയതല്ല. അത് വാങ്ങിയത് ഇവിടുത്തെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് വാങ്ങിയതല്ല. അത് പാർലമെന്റിലും രാജ്യസഭയിലും ചർച്ചയായതാണ്. പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ ചോർത്താൻ വേണ്ടി മാത്രമാണെന്ന് ദിവസങ്ങളോളം ദേശീയ പത്രങ്ങൾ അടക്കം എല്ലാ ദേശീയ ചാനലുകളും ചർച്ച ചെയ്ത വിഷയമാണ്. അതിനി കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. ചെയ്തത് തന്നെ ആണ് എന്നെനിക്ക് പറയേണ്ടി വരുന്നു. അതിനോടൊപ്പം തന്നെ ഈ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അത്യന്തം ഗൗരവകരമാണെന്ന് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. അതിന്റെ തെളിവുകൾ അനുസരിച്ച് ആ തെളിവുകളുടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് അതിനകത്ത് തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കുകയും എടുത്തു ചാടി ഒരാളെ നമ്മൾ ഇന്നൊരു വാർത്ത വന്നാൽ നാളെ നടപടിയെടുക്കുകയെന്ന് പറ്റില്ല. അതുകൊണ്ടാണ് IPS ഉദ്യോഗസ്ഥന്മാരുടെ ഉന്നത IPS ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിക്കുകയും അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കുകയും എന്തെല്ലാം മാർഗങ്ങൾ ഇവർ ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതിനൊക്കെ മനസ്സിലാക്കി അത് കൃത്യമായ രീതിയിൽ പൂട്ടുമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇന്ന് മുഖ്യമന്ത്രി അജിത് കുമാറിനെ ഇരുത്തിക്കൊണ്ട് തന്നെ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിന് വളരെ കൃത്യമായിട്ട് പറയുകയും മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് ഈ പറയുന്ന സന്തത സഹചാരി എന്ന് പറയുന്ന ക്രമസമാധാന പാലത്തിന്റെ ചുമതലയുള്ള ADGPയെ മൈൻഡ് പോലും ചെയ്യാതെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ബോഡി ശശി അതിന്റെ മുകളിൽ ഇരുന്ന് എല്ലാം നിയന്ത്രിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഡോക്ടർ ബി ജയരാജ്. ശശി എന്താണ്? ശശിയാണ് പോളിറ്റ് ബ്യൂറോ സെക്രട്ടറിയോ? ശശിയല്ല. ആരാണെങ്കിലും എത്ര ഉന്നതരാണെങ്കിലും ശരി, ഇനി പിണറായി വിജയൻ ആയിക്കോട്ടെ പാർട്ടി നടപടിയെടുക്കില്ലേ? എത്ര വലിയ ആളുകളെ ഗൗരിയമ്മയ്ക്കെതിരെ നടപടിയെടുത്തിട്ടില്ലേ? MV രാഘവനെതിരെ നടപടിയെടുത്തിട്ടില്ലേ? അങ്ങനെ നിസ്സാരവൽക്കരിക്കരുതേ. സന്ദീപ് വാചസ്പതി അങ്ങനെ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കരുതേ.
നാളെയും മറ്റന്നാളും ഒക്കെ ദിവസങ്ങളുണ്ടല്ലോ. ആ ദിവസങ്ങളിൽ താങ്കൾ അങ്ങനെ പുച്ഛിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിനപ്പുറത്ത് പുച്ഛിച്ച് സംസാരിക്കാൻ എനിക്കറിയാം. ആ ഭാഷ ഗൗരവമായൊരു സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗൗരവമായൊരു സംസാരം നടക്കുന്നുണ്ട്. ബാലിശമായ സംസാരം സംസാരിച്ചിട്ട് അതിന്റെ മെറിറ്റ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനേക്കാളും വൃത്തിയുടെ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ അറിയാം. വാചസ്പതി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. താങ്കൾ പുന്നപ്ര വയലാർ സ്മാരകം തറവേല ഈ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് കാണിക്കാവുന്നതാണ് താങ്കൾ ധരിക്കുന്നതെങ്കിൽ അതൊന്നും ഇവിടെ നടക്കത്തില്ല. നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഈ ഷോ ഒന്നും ഇവിടെ നടക്കത്തില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാണെങ്കിൽ പറഞ്ഞു പോവാം. അല്ലാതെ താങ്കൾ സർവ്വപുച്ഛവും അഹങ്കാരവും ഒക്കെ താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ അതങ്ങ് പോക്കറ്റ് വെച്ചിരുന്നാൽ എന്റെ അടുത്ത് കളിക്കണ്ട. അത് അസന്നിഗ്ധമായിട്ട് തന്നെ പറയാ. താങ്കള് കൂടുതൽ അങ്ങനെ സംസാരിക്കണ്ട. അതിന്റെ അപ്പുറത്ത് സംസാരിക്കാൻ എനിക്കറിയാം. താങ്കൾ അങ്ങനെ സംസാരിച്ച് ശീലിക്കണ്ട. അതൊരു ശരിയായ നടപടിയല്ല. ഗൗരവപരമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ താങ്കൾ അങ്ങനെ സംസാരിക്കുന്നത് ശരിയായ നടപടിയല്ല. ശരി, അപ്പോ താങ്കളുടെ പേരിനോടൊപ്പമുള്ള ഡോക്ടർ എന്നുള്ളത് വില കൊടുത്ത് മേടിച്ചതല്ല എങ്കിൽ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ പുന്നപ്ര വയലാർ സ്മാരകം കുത്തി തുറന്നു എന്ന് പറഞ്ഞ ആ ഒരു തറ ഡയലോഗ് ഉണ്ടല്ലോ, അതൊന്ന് തെളിയിക്കാമോ? താങ്കൾക്ക് തന്റെ ഇടം ഉണ്ടോ തെളിയിക്കാൻ? താങ്കളുടെ വാക്കിന് വിലയുള്ള ആളല്ലേ, ഒന്ന് തെളിയിച്ച് കാണിച്ചേ. അപ്പൊ ഒന്ന്, പിന്നെ ഈ ചർച്ചയിൽ ബാലിശമായ ന്യായം വിളമ്പിയതാരാ? ഞാനാണോ? അൻവർ CPM-കാരനെ അല്ല. അതായത് MLA പറയുകയാണ് ADGP കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ ന്യായീകരണവാദം എന്തായിരുന്നു? അൻവർ CPM മെമ്പറേ അല്ല. ഒന്ന്. രണ്ട്, മോദിയും അമിത്ഷായുമാണ് ടെലിഫോൺ ചോർത്തുന്നത്. രണ്ട്, പിന്നെ പെഗാസസ് മേടിച്ചിട്ട് പ്രതിപക്ഷ നേതാവിന്റെ ഫോൺ ചോർത്തി. എന്തായി അന്വേഷണമെന്ന് താങ്കൾക്ക് അറിയുമോ സർ? രാഹുൽ ഗാന്ധി ഫോൺ കൊടുത്തിട്ട് എന്തായെന്ന് താങ്കൾക്ക് അറിയുമോ? ഇല്ല എങ്കിൽ അന്നത്തെ പത്രങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചാൽ താങ്കൾക്ക് അതിന് മറുപടി കിട്ടും. അപ്പോ ഈ ചർച്ചയെ കൊണ്ടുവന്ന് താങ്കളല്ലേ ബാലിശമായ രീതിയിലേക്ക് കൊണ്ട് ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? മുഖ്യമന്ത്രി മുഖത്ത് നോക്കി പോലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ ഭരണത്തിൽ ഒരു പോലീസുകാരൻ കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷയാണ്. മുഖ്യമന്ത്രി മുഖത്ത് നോക്കി പോലും ഇല്ല. എന്തൊക്കെയാണ് സാർ പിണറായി കാലത്തെ ശിക്ഷാവിധികൾ? വളരെ സത്യമാണത്. പിന്നെ MV രാഘവനെയും ഗൗരിയമ്മയെ പുറത്താക്കി. അതുകൊണ്ട് MR അജിത്തും MV രാഘവനും ഒരുപോലെയാണോ? MR അജിത്തും ഗൗരിയമ്മ ഒരുപോലെയാണെന്നാണോ താങ്കൾ പറയുന്നത്? അപ്പോ ചർച്ചയെ ബാലിശമായ നിലവാരമില്ലാത്ത തലത്തിലേക്ക് ആരാണ് വലിച്ചെടുത്തത്? MR അജിത്തിന്റെ കാര്യമല്ലല്ലോ പറഞ്ഞത്. ശശി എങ്ങനെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയത്? പി ശശി നടപടിക്ക് അല്ല, ഇവിടെ അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ശ്രീ NM പറയും. പി ശശി നടപടിക്ക് വിധേയനായത് എന്ത് കേസിലായിരുന്നു താങ്കൾക്ക് അറിയുമോ? അതല്ല എങ്കിൽ കണ്ണൂരിലെ സഖാക്കന്മാരെ വിളിച്ചൊന്ന് ചോദിക്കണം. ഏത് വിഷയത്തിലായിരുന്നു പി ശശി പാർട്ടിക്ക് പുറത്തു പോയത്? ഏത് സാഹചര്യത്തിലാണ് പി ശശി തിരികെ അകത്തു വന്നത്? ആദ്യം അഭിഭാഷക അസോസിയേഷൻ വഴി എങ്ങനെയാണ് പി ശശി ക്ലിഫ് ഹൗസ് വരെ എത്തിയത്, സെക്രട്ടേറിയറ്റ് വരെ എത്തിയത് എന്ന നാൾ വഴി താങ്കൾ ആദ്യം ഒന്ന് പരിശോധിക്കൂ. എന്നിട്ട് താങ്കൾ പി ശശിയുടെ മഹത്വവും മുഖ്യമന്ത്രിയുടെ മഹത്വവും പറഞ്ഞ് ഞങ്ങളെ വരുത്താൻ വാ. അപ്പൊ അതുകൊണ്ട് ചരിത്രം അറിയാതെ വെറുതെ വന്നിരുന്നിട്ട് പറയരുത്. പി ശശി ഏത് കേസിലാണ് CPM പുറത്താക്കിയത് താങ്കൾക്ക് അറിയില്ലെങ്കിൽ ദേവി അത് ശ്രീ NM ചോദിക്കും. അദ്ദേഹം വളരെ കൃത്യമായത് പറഞ്ഞു തരും. അപ്പൊ ആ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ദേവി ഇത്. അപ്പൊ അതുകൊണ്ട് പി ശശി അങ്ങ് മുഖ്യമന്ത്രിയെ പേടിയാണോ പേടിയല്ലോ എന്നൊക്കെ കാലം തെളിയിക്കട്ടെ. എനിക്ക് അതിൽ അഭിപ്രായമൊന്നുമില്ല. ഇപ്പൊ നമ്മൾക്ക് പി ശശി എന്നുള്ളത് പുകമറയ്ക്കകത്ത് നിൽക്കുന്നതാണ്. അദ്ദേഹത്തെ പറ്റി ഞാൻ അനാവശ്യമായ ആരോപണവും പറയുന്നില്ല. താങ്കൾ പറഞ്ഞതിന്റെ മറുപടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയമായ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് അതിന്റെ ലീഗാലിറ്റി എന്താണെന്ന് കൂടി ഒന്ന് പരിശോധിക്കുക. മുൻകാല ചരിത്രം പരിശോധിക്കുക. കാര്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ ഇതൊക്കെ ഉണ്ട് സർ. ഞങ്ങളൊക്കെ പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ അരിയാഹാരം തന്നെ കഴിക്കുന്നവരാണ്, ഞങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് താങ്കൾ പറഞ്ഞല്ലോ ഞാൻ എന്തോ പറഞ്ഞാൽ താങ്കളുടെ വായിൽ നിന്ന് കേൾക്കുമെന്ന്. അത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. താങ്കൾ പറയൂ പ്ലീസ്, കേൾക്കട്ടെ. പൊതു കേരളത്തിന്റെ ജനം കേൾക്കട്ടെ. താങ്കളുടെ യഥാർത്ഥ നിലവാരം പുറത്തു കാണിക്കൂ. താങ്കൾ ഒരു പ്രശ്നവുമില്ല, എന്തും താങ്കൾക്ക് പറയാം. ഡോക്ടർ B ജയരാജ്, ഇത്തരം വർത്തമാനങ്ങൾക്കൊന്നും മറുപടി ഇതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛത്തോടുകൂടി തള്ളിക്കളയാനാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവലിൽ സംസാരിക്കുമ്പോൾ ആ ലെവലിൽ സംസാരിക്കാൻ പറ്റാതല്ലാതെ ഉള്ളവരെ ഇപ്പോൾ ഒരു അഡൾട്ട് ലെവലിൽ സംസാരിക്കുമ്പോൾ ചൈൽഡ് ലെവലിൽ സംസാരിക്കുന്ന ഒരാളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ക്രോസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. എനിക്ക് ആ ക്രോസ് കമ്മ്യൂണിക്കേഷന് താല്പര്യമില്ല.